ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അൽമായ മെത്രാൻ സിനഡുകൾ. അൽമായ സിനഡ് നടക്കുന്നു, മെത്രാൻ സിനഡ് വരുന്നു. സഭാവിരുദ്ധമായ അൽമായ സിനഡിനെ വിലക്കാൻ മെത്രാൻ സിനഡിന് കഴിയാത്തത് എന്തുകൊണ്ട്? മെത്രാന്മാർക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? അങ്ങനെ വിലക്കാത്ത മെത്രാൻ സിനഡിന് ഈ അൽമായ സിനഡിന്റെ വിലയല്ലേ ദൈവജനം കൽപ്പിക്കൂ? രണ്ടിനും പേര് സിനഡ്. അൽമായ സിനഡ് പാടില്ലെന്ന് പറയാനോ അത് സഭയുടെ പരിപാടിയല്ലെന്ന് പ്രഖ്യാപിക്കാനോ അതിരൂപതയുടെ സ്ഥാപനത്തിൽ പാടില്ലെന്ന് പറയാനോ തട്ടിൽ പിതാവിനോ പാമ്പളാനി പിതാവിനോ കഴിയാത്തത് എന്തുകൊണ്ട്? മറ്റേതെങ്കിലും രൂപതയിലെ മെത്രാന്മാർ ഇത് അനുവദിക്കുമോ? തങ്ങൾക്കെതിരായ സിനഡ് തങ്ങളുടെ രൂപതയുടെ സ്ഥാപനത്തിൽ നടത്താൻ ഏതെങ്കിലും മെത്രാന്മാര് സമ്മതിക്കുമോ? ഇക്കാര്യങ്ങൾ ഈ വരുന്ന മെത്രാൻ സിനഡില് മെത്രാന്മാര് ചോദിക്കുമോ? അൽമായ സിനഡിനെ വിലക്കാനുള്ള ധാർമ്മിക ശക്തി മെത്രാന്മാരിൽ നിന്ന് ചോർന്നു പോയത് എന്തുകൊണ്ട്? മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവരുടെ അൽമായ സിനഡിനെ വിലക്കാത്ത മെത്രാന്മാരും മാർപ്പാപ്പയെ അനുസരിക്കാതെ ശീശ്മയിലേക്ക് വീണിരിക്കുകയാണോ? ഈ സംഭവങ്ങളെയൊക്കെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ കാണാനായിട്ട് ഇത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവചനത്തിന്റെ വ്യാഖ്യാനം അറിയാനും ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ, വർത്തമാനകാല സംഭവവികാസങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അറിയാനും താല്പര്യമുള്ളവര് ഈ വീഡിയോ മുഴുവനായും കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. തെസ്സലോനിക്കയിലെ സഭയ്ക്കുള്ള രണ്ടാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനവും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമ്മേളനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞെന്ന് ആത്മാവിനാലോ വചനത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ സുബോധം നഷ്ടപ്പെട്ട് പെട്ടെന്ന് ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും ചതിക്കാൻ അനുവദിക്കരുത്. എന്തെന്നാൽ ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ വെളിപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് സ്വയം ദൈവമെന്ന് അവകാശപ്പെട്ട് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന ദൈവത്തിന്റെ എതിരാളിയത്രേ. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇക്കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലയോ? അവന്റെ സ്വന്തം സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് അവനെ ഇപ്പോൾ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിന്റെ രഹസ്യം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി, അപ്പോൾ അരാജകമൂർത്തി വെളിപ്പെട്ടു വരും. കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കി തന്റെ ആഗമനത്തിന്റെ പ്രഭാപൂരത്താൽ ഉന്മൂലനം ചെയ്യും. അരാജകമൂർത്തിയുടെ ആഗമനം സാത്താന്റെ പ്രവർത്തനത്താൽ സകല ശക്തിയോടും അടയാളങ്ങളോടും വ്യാജമായ അത്ഭുതങ്ങളോടും നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന സകല അനീതിയോടും കൂടെ ആയിരിക്കും. എന്നാൽ തങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവർ സത്യത്തിന്റെ സ്നേഹത്തെ കൈക്കൊണ്ടില്ല. ഇക്കാരണത്താൽ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി ഉണ്ടാകേണ്ടതിന് ദൈവം അവരിലേക്ക് വ്യാജമായതിനെ വിച്ഛേദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം അയക്കുന്നു. ക്രിസ്തു വരുന്നത് പെട്ടെന്നായിരിക്കും എന്ന് പൗലോസ് തെസ്സലോനിക്കയിലെ സഭയ്ക്കുള്ള 1-ാമത്തെ ലേഖനത്തിൽ എഴുതിയിരുന്നു. 5-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. കാരണം കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ ദിവസം വരുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാം. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ, കള്ളൻ പെട്ടെന്നാണ് വരുന്നത് അല്ലേ? നമ്മൾ നിശ്ചയിക്കാത്ത സമയത്ത് അത് ആ ക്രിസ്തുവിന്റെ വരവ്, തേജസ്സുള്ള വരവ്, 2-ാം വരവ്, അത് സുനിശ്ചിതമാണ്, വരും.
പക്ഷേ ആ വരവിന്റെ സമയം എപ്പോഴെന്ന് അറിയിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായിരിക്കും. കള്ളൻ അപ്രതീക്ഷിതമായി വരുന്നത് പോലെ. പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ വീട് കുത്തി തുറക്കുമ്പോൾ അനുവദിക്കില്ലല്ലോ. അപ്പോൾ അപ്രതീക്ഷിതമായി പെട്ടെന്നാണ് കള്ളം വരുന്നത് പോലെയാണ് വരിക എന്ന് കർത്താവിന്റെ തന്നെ പ്രബോധനത്തെ അടിസ്ഥാനമാക്കി പൗലോസ് പഠിപ്പിച്ചിരുന്നു. ഈ ദൈവിക പുണ്യങ്ങളുടെ വെളിച്ചത്തിൽ ജീവിക്കുകയും അവ കൊണ്ട് നമുക്ക് ചുറ്റും സുരക്ഷയൊരുക്കുകയും ചെയ്തില്ലെങ്കിൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ നമ്മെ പിടിച്ച് നാശത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് പൗലോസ് എഴുതിയത്. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ 5:8, 5:3 വായിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഏത് സമയത്താണെന്ന് നാം നിശ്ചയിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല. നമുക്കതറിയില്ല. എന്നാൽ പൗലോസിന്റെ ഈ വചനത്തെ ചുവട് പിടിച്ച് ക്രിസ്തു ഉടനെ വരും എന്ന് ചിലര് തെസ്സലോനിക്ക സഭയിൽ വ്യാഖ്യാനിച്ചു. പെട്ടെന്ന് എന്ന് പൗലോസ് ഉപയോഗിച്ച വാക്ക് അവര് ഉടനെ എന്നാക്കി. പെട്ടെന്ന് എന്നുള്ളതിനെ സഡൻലി എന്നുള്ളതിനെ അവര് ഉടനെ എന്നാക്കി, ഇമ്മീഡിയറ്റ്ലി എന്നാക്കി. അപ്പോഴും ജനങ്ങൾ വിശ്വസിക്കാനായിട്ട് മടിച്ചപ്പോൾ പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഒരു വ്യാജരേഖ അവരുണ്ടാക്കി, തെസ്സലോനിക്ക സഭയിൽ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. അപ്പൊ വ്യാജരേഖ അക്കാലത്തും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് മാത്രമല്ല, പണ്ട് കാലത്തും ഉണ്ട്. ഈ വ്യാജരേഖയെക്കുറിച്ച് പൗലോസ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ കേട്ടു കഴിഞ്ഞത് കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞെന്ന് സൂചിപ്പിക്കുന്ന ആത്മാവിനാലോ വചനത്താലോ, അവരുടെ ഉദ്ദേശിക്കുന്നത് കരിസ്മാറ്റിക് ദർശനമാണ്. ആത്മാവും വചനം എന്ന് പറയുന്നത് കരിസ്മാറ്റിക് ദർശനത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ സുബോധം നഷ്ടപ്പെട്ട് പെട്ടെന്ന് ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. 2 തെസ്സലോനിക്ക 2:2. അപ്പോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനം, വ്യാജരേഖ അവിടെ പ്രചരിച്ചിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ എഴുതിയിരിക്കുന്നതല്ല. സ്വകാര്യ വെളിപാടിലൂടെ ലഭിച്ചതാണ് ഈ വിവരം എന്നോ കള്ളവും അവർ പ്രചരിപ്പിച്ചു. അതാണ് ഈ ആത്മാവും വചനം എന്നൊക്കെ പറയണേ. അതായത് ഈ കരിസ്മാറ്റിക്കാർക്കുണ്ടാകുന്ന ഒരു സ്വകാര്യ വെളിപാട്, അതനുസരിച്ച് കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞു, കർത്താവിന്റെ രണ്ടാമത്തെ ദ്വിതീയാഗമനം ഇപ്പോഴാണ് എന്നൊക്കെ അവർ പറഞ്ഞ് പഠിപ്പിച്ചു. അങ്ങനെ ഒരു സ്വകാര്യ വെളിപാട് ഇല്ലെന്നും ഈ വ്യാജരേഖ തന്റേതല്ലെന്നും പിന്നെ ഈ കർത്താവിന്റെ ദിവസം ഉടനെ വന്നു കഴിഞ്ഞുവെന്ന് താൻ പഠിപ്പിച്ചിട്ടില്ലെന്നും അങ്ങനെയുള്ള പിന്നെ അതിന് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനുമൊക്കെയായി പൗലോസ് എഴുതിയ ലേഖനമാണ് തെസ്സലോനിക്കയിലെ സഭയ്ക്കുള്ള രണ്ടാമത്തെ ലേഖനം. അതിലത്തെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി, സീറോ മലബാർ സഭയിലെ സംഭവ വികാസങ്ങളുമായി നമുക്കൊന്ന് പൊരുത്തപ്പെടുത്താം. കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞെന്ന് സൂചിപ്പിക്കുന്ന ആത്മാവിനാലോ വചനത്താലോ ഞങ്ങളുടെ അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ സുബോധം നഷ്ടപ്പെട്ട് പെട്ടെന്ന് ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. വ്യാജപ്രവാചകന്മാർ പൗലോസിന്റെ സഭകളെ കലക്കാൻ ശ്രമിച്ചിരുന്നു. തെസ്സലോനിക്കയിലെ സഭ നേരിടുന്ന ക്ലേശങ്ങളും കഷ്ടങ്ങളും ക്രിസ്തുവിന്റെ ദ്വിതീയാഗമനം വളരെ അടുത്തെത്തിയിരിക്കുന്നതിന് തെളിവാണെന്ന് അവർ വ്യാഖ്യാനിച്ചു. അത് കേട്ട ചിലരെല്ലാം കലങ്ങി മറിഞ്ഞു. ഈ 1914 കർത്താവ് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരുന്നതെന്നാണ് യഹോവ സാക്ഷികൾ പഠിപ്പിക്കണേ. എന്നിട്ട് 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, അങ്ങനെയുള്ള കണക്കുകളെല്ലാം പറഞ്ഞിട്ട് ഈ ക്ലേശങ്ങളും കഷ്ടങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞു. വേറെ കൂട്ടർ പറഞ്ഞു 2012 ലോകം അവസാനിച്ചത്. 2012 ഈ റാപ്ചർ ബിലീവേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടരുണ്ട്. മായൻ കലണ്ടറിന്റെ വെളിച്ചത്തിൽ, മായൻ കലണ്ടർ 2012 വരെയുള്ളൂ, അതിന്റെ വെളിച്ചത്തിൽ 2012 ഡിസംബർ 21 മറ്റോ ലോകം അവസാനിക്കുമെന്ന് പ്രചരിപ്പിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതൊക്കെ. 2012 കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 13 കൊല്ലായി അല്ലേ? അപ്പൊ ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ തോന്നിയ പോലെ ഞെട്ടിക്കുകയും വിളക്കുകയും കലക്കി മറിക്കുകയും ചെയ്യുന്ന ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോ ഈ യഹോവ സാക്ഷികള്, പിന്നെ ഈ റാപ്ചർ ബിലീവേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോഴും ഉണ്ട്. കർത്താവിന്റെ ദിനം വന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവര്. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. അതേസമയം ചില കാര്യങ്ങൾ സൂക്ഷിക്കും വേണം. അത് നമ്മുടെ വ്യാഖ്യാനത്തിൽ മനസ്സിലാകും. സഭയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച ഇക്കൂട്ടരുടെ നുണപ്രചാരണം പൊളിച്ചടക്കാനും ഇവരുടെ വ്യാജപ്രബോധനം കേട്ട് ആടിയുലഞ്ഞ സഭാംഗങ്ങളെ വിശ്വാസത്തിൽ ദൃഢപ്പെടുത്താനും കർത്താവിന്റെ ദിവസം ഉദയം ചെയ്യുന്നതിന് മുമ്പുള്ള യുഗാന്ത സംഭവങ്ങളുടെ ഒരു ക്രമം പൗലോസ് അവതരിപ്പിക്കുന്നു. യുഗാന്ത സംഭവങ്ങളുടെ ഒരു ക്രമം. കർത്താവിന്റെ ദിവസം വരുന്നതിന് മുമ്പ് പല സംഗതികളും നടക്കണം. അല്ലാണ്ട് കർത്താവിന്റെ ദിവസം പെട്ടെന്നാണ് വരുന്നത്, പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നടക്കണം. എന്താണ് യുഗാന്ത സംഭവങ്ങളുടെ ക്രമം? അതിന്റെ ഒരു ബേസിക് രൂപരേഖ മാത്രമാണ് പൗലോസ് നൽകുന്നത്, വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. എന്താണ് ഈ കർത്താവിന്റെ ദിവസം വരുന്നതിന് മുൻപ് സംഭവിക്കേണ്ട യുഗാന്ത സംഭവങ്ങളുടെ ക്രമം? അത് ഞാനൊരു 5-6 പൗലോസിലേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിക്കാം. 1, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ്, അതിനു മുമ്പ്
വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ വെളിപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വിശ്വാസത്യാഗം സംഭവിക്കണം. മറ്റൊന്ന്, നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ വെളിപ്പെടണം. ഇതാണ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ. 2 തെസ്സലോനിക്ക 2:3. വിശ്വാസത്യാഗം, അപ്പസ്റ്റാസിയ എന്നാണ് ഗ്രീക്ക് വാക്ക്. അപ്പസ്റ്റസി എന്ന് ഇംഗ്ലീഷിൽ പറയും. വിശ്വാസത്തിൽ നിന്നുള്ള വീഴ്ച, കുഴപ്പം, കലഹം, ആജ്ഞാലംഘനം എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. സൈന്യം, പട്ടാളത്തിന്റെ ഭാഷയിൽ രാജ്യദ്രോഹത്തെയാണ് അപ്പസ്റ്റാസിയ എന്ന് പറയാ. ഈ രാജ്യദ്രോഹ കുറ്റം. രാഷ്ട്രവ്യവഹാരം, രാഷ്ട്രീയത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂറുമാറ്റം, കക്ഷി കൂറുമാറുക, കുലംകുത്തി എന്നൊക്കെ നമ്മൾ പറയും. അതിനെ ലഹള എന്ന പാർട്ടിയിലോ ലഹള എന്നൊക്കെ വിളിക്കുകയും ചെയ്യാം. ആത്മീയ തലത്തിൽ മതഭ്രംശമെന്നോ ദൈവത്തിൽ നിന്നും സത്യവിശ്വാസത്തിൽ നിന്നും വീഴ്ചയെന്നോ ഉദ്ദേശിക്കുന്നു. അപ്പോ അപ്പസ്റ്റാസി എന്ന് പറഞ്ഞാൽ സൈന്യത്തിലാണെങ്കിൽ രാജ്യദ്രോഹം, ദേശരാഷ്ട്രത്തിൽ കക്ഷിരാഷ്ട്രീയത്തിലാണെങ്കിൽ കൂറുമാറ്റം, ആത്മീയ തലത്തിലാണെങ്കിൽ ദൈവത്തിൽ നിന്നും സത്യവിശ്വാസത്തിൽ നിന്നുമുള്ള വീഴ്ച, മതഭ്രംശം എന്നൊക്കെ ചിലപ്പോൾ ഒറ്റ വാക്കിൽ പറയാം. പക്ഷെ മതം എന്ന് ഉദ്ദേശിക്കുന്നത് ഏകസത്യ ദൈവത്തിൽ നിന്നുള്ള ആ ബന്ധത്തിൽ നിന്നുള്ള വീഴ്ചയാണ്. ഭയഭീതി ഉണർത്തുന്ന തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന അവസാന കാലയളവിൽ ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വളരെയധികമായിരിക്കും. യഥാർത്ഥ ആരാധനയിൽ നിന്നുള്ള വീഴ്ചയെയും സത്യദൈവത്തിൽ നിന്നുള്ള വീഴ്ചയെയുമാണ് പൗലോസ് അപ്പസ്റ്റാസിയ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. യഥാർത്ഥ ആരാധനയിൽ നിന്നുള്ള വീഴ്ചയെയും സത്യദൈവത്തിൽ നിന്നുള്ള വീഴ്ചയെയുമാണ് ഈ അപ്പസ്റ്റാസിയ എന്ന വാക്കുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യഥാർത്ഥ ആരാധനയിൽ നിന്നുള്ള വീഴ്ച ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. എത്ര വർഷമായിട്ട്? പാറക്കാട്ടിൽ പിതാവിന്റെ കാലം തൊട്ട് 1968 മുതൽ. 1968 മുതൽ ഈ ആരാധന എന്നുള്ള യഥാർത്ഥ ആരാധന വീഴ്ച ഉണ്ടായിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലും മറ്റു സ്ഥലങ്ങളിലും. ഇപ്പൊ 2021 മുതൽ നമ്മൾ പതുക്കെ പരിഹരിച്ചു. മുഴുവൻ അല്ലെങ്കിൽ പോലും ഒരു പരിഹാരമായി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ആരാധനയിൽ നിന്നുള്ള വീഴ്ച സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഫലമായി സത്യദൈവത്തിൽ നിന്നുള്ള വീഴ്ചയും സംഭവിച്ചിരിക്കുന്നു. ഉദാഹരണം, 33 വൈദികര് തുടർച്ചയായി എത്രയോ മണിക്കൂറുകൾ തുടർച്ചയായി ഒരേ ഓസ്തിയും ഒരേ വീഞ്ഞും ഉപയോഗിച്ച് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നു. അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്ന് മാർപ്പാപ്പ തന്നെ അതിനെ വിശേഷിപ്പിച്ചു. അതായത് പരിശുദ്ധ കുർബാനയെ നിന്ദിച്ചു, ദൈവനിന്ദ എന്ന് പറയുന്ന സാക്രലിജം, ഡെസക്രേഷൻ ഓഫ് ദ ഹോളി ഹോസ്റ്റ് എന്നൊക്കെ പറയാവുന്ന കത്തോലിക്ക സഭയിൽ ഏറ്റവും ഗൗരവമേറിയ പാപം ചെയ്തു. അത് മാർപ്പാപ്പ തന്നെ പ്രഖ്യാപിച്ചു. എന്നിട്ടും ആ വൈദികർക്കെതിരെ നമ്മുടെ മെത്രാന്മാർ നടപടിയെടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ആഭിചാര കുർബാന അർപ്പിച്ചവരുടെ ഗൗരവമായ തെറ്റിനെ ലാഘവത്തോടെ സഭാ നേതൃത്വം കണ്ടിരിക്കുന്നു. അപ്പോൾ മെത്രാന്മാരുടെ ധാർമ്മിക ശക്തി ചോർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൽ അവർക്ക് ഇടിവ് തട്ടിയിരിക്കുന്നു. അവരുടെ വിശ്വാസത്തിൽ ഇടിവ് തട്ടിയിരിക്കുന്നു. ദൈവത്തിൽ നിന്നാണ് അവർ വീണിരിക്കുന്നത്, സത്യവിശ്വാസത്തിൽ നിന്നാണ് വീണിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തോന്നിയാസം കാണിക്കുന്ന അൽമായ സിനഡിനെ ശാസിക്കാനോ പറ്റില്ലെന്ന് പറയാനോ തങ്ങളുടെ സ്ഥാപനത്തിൽ പറ്റില്ലെന്ന് പറയാനോ പറ്റാതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് മെത്രാന്മാർ നിൽക്കുന്നത്. അൽമായ മുന്നേറ്റക്കാരുടെ മുമ്പിൽ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു മെത്രാൻ സിനഡ്, ഒരു മെത്രാന്മാരെന്ന് പറഞ്ഞാൽ ഇതൊരു ലോകാവസാനത്തെ ലക്ഷണമായിട്ടാണ് നിങ്ങൾക്ക് കാണേണ്ടത്. പക്ഷെ നിങ്ങൾ എന്റെ ടോക്കിന്റെ അവസാനം വരെ കേൾക്കണം കേട്ടോ, ഏറ്റവും അവസാനം വരെ കേൾക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റാപ്ചർ ബിലീവേഴ്സും യഹോവ സാക്ഷികളും പറഞ്ഞതുപോലെ ആവും നമ്മള്. അതുകൊണ്ട് ഈ ടോക്കിന്റെ അവസാനം വരെ കേൾക്കണം. പക്ഷേ വിശ്വാസത്യാഗം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വിശ്വാസത്യാഗം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ലോകാവസാനം ആകാത്തത്? അതിനാണ് ഞാൻ പറഞ്ഞത് അവസാനം വരെ കേൾക്കുക. ഈ ബസിലിക്കയിൽ വെച്ചിട്ട് മൂത്രപ്പുരയുടെ മുമ്പിൽ കുർബാന ചൊല്ലുക, ഒരു ഒരുക്കവുമില്ലാതെ പരമപരിശുദ്ധ കുർബാനയെ വളരെ ലാഘവത്തോടെ ഒരു എന്താ പറയുക, ചെറിയൊരു ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷം പോലും സൃഷ്ടിക്കാതെ കുർബാന ചൊല്ലുക. കുർബാന അർപ്പിച്ചുകൊണ്ട് തോട്ടുപുറച്ചനെ അടിച്ച് പുറത്താക്കുക, ചവിട്ടി പുറത്താക്കുക. ഈ കുർബാന കഴിഞ്ഞിട്ട് ചെയ്യാൻ മക്കളെ എന്ന് പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതിരിക്കുക. ഉദയം പേരൂരില് ഈ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന സ്ത്രീകള്, വിശുദ്ധ സ്ഥലത്ത് മധുബഹയില് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, കർത്താവ് പറഞ്ഞതുപോലെ മധുബഹയിൽ
ബലിപീഠത്തിന് ചുറ്റും കസേരയിട്ട് അതിൽ നിൽക്കുകയാണ് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണമായ ചില സ്ത്രീകള്. കത്തിയും ബ്ലേഡുമായി വന്ന് തിരുവോസയിൽ തുപ്പി, എന്നിട്ട് അവരെ സംരക്ഷിക്കാനായിട്ട് പുതിയ കൂരിയ, ആ പള്ളി പൂട്ടിയിടാൻ പുതിയ കൂരിയ, അതിന് കൽപ്പന കൊടുക്കാൻ ഒരു വികാരി മെത്രാപ്പോലീത്ത, അതിന് അനുവാദം കൊടുക്കാൻ അതിനു മുകളിൽ ഒരു സഭയുടെ തലവൻ. എന്തൊരു വലിയ വിശ്വാസത്യാഗമാണിത്. അപ്പോൾ ഈ ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കുകയും എന്ന് പറഞ്ഞ പൗലോസ് പറഞ്ഞ കാര്യം സംഭവിച്ചോ? സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വാരമായോ? വരട്ടെ വരട്ടെ, വെയിറ്റ് ചെയ്യ്. ഇനി അപ്പോൾ വിശ്വാസ ത്യാഗം സംഭവിക്കുകയും എന്നാണ് പൗലോസ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ എന്നാണ്. അയാള് വെളിപ്പെടണം. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ ആഗമനത്തിന് മുമ്പ് നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ വെളിപ്പെടണം. നാശത്തിന്റെ സന്താനം, അങ്ങനൊരു സന്താനമുണ്ടോ? നാശത്തിനൊരു സന്താനം, ഈ നശിക്കാൻ കോപ്പുകൂട്ടി നടക്കുന്നവൻ എന്നതിനുള്ള ഒരു സെമിറ്റിക് യഹൂദ ശൈലിയാണ് നാശത്തിന്റെ സന്താനം. നാശത്തിന്റെ സന്തതി എന്ന് യൂദാസ് കറിയാത്തോയെ യേശുക്രിസ്തു വിളിക്കുന്നുണ്ട് യോഹന്നാൻ 17:12. അപ്പൊ നാശത്തിനൊരു സന്തതി എന്നല്ല അതിന്റെ അർത്ഥം. നശിക്കാൻ കോപ്പുകൂട്ടി നടക്കുന്ന ഒരാള്, രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്ത ഒരാള്. അപ്പോൾ അങ്ങനെയുള്ള നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ അത് നമുക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രീക്കില് ആന്ത്രപ്പോസ് ഠേസ് അനോമിയാസ് എന്നാണ്. അനോമിയാസ് എന്ന് പറഞ്ഞാല് നിയമമില്ലായ്മ, നിയമരാഹിത്യം. അപ്പോൾ അതാണ് അരാജകത്വം. ഒരു നിയമവും ക്രമവും ഇല്ലെങ്കിൽ അരാജകത്വമാകും, അനാർക്കി. അപ്പോൾ നിയമമില്ലായ്മയുടെ മനുഷ്യൻ, അരാജകത്വത്തിന്റെ മനുഷ്യൻ, നിയമരാഹിത്യത്തിന്റെ മനുഷ്യൻ, നിയമത്തെ ബഹുമാനിക്കാത്ത മനുഷ്യൻ, നിയമത്തെ കടലിലെറിയുന്ന മനുഷ്യൻ, ഏകസത്യ ദൈവത്തിനെതിരെ നിലയുറപ്പിക്കുന്നവൻ അടിസ്ഥാനപരമായി നിയമത്തെയും കടലിലേക്ക് എറിയുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്നവൻ എന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എറണാകുളത്ത് കാണുന്നില്ലേ? കാനോൻ നിയമം മാത്രമല്ല, വിശ്വാസ നിയമങ്ങളും കൂദാശി സംബന്ധിക്കുന്ന നിയമങ്ങളും കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. അതിനെതിരെ കോടതി വിധി വന്നിട്ടും അത് അംഗീകരിക്കാതെ പിന്നെയും അരാജകത്വത്തിന്റെ മനുഷ്യൻ നിയമങ്ങളെ കാറ്റിൽ പറത്തുകയാണ്. മണവാളനച്ഛനെ ബസിലിക്കയിൽ സസ്പെൻഡ് ചെയ്തു. ഒരു കൂദാശയും പരികർമ്മം ചെയ്യാൻ അദ്ദേഹത്തിന് അനുവാദമില്ല 2024 ഡിസംബർ 21 മുതൽ. പക്ഷെ അദ്ദേഹം കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു, അനുവാദമില്ലാതെ. കല്യാണം ആശീർവദിച്ചുകൊണ്ടിരുന്നു, അനുവാദമില്ലാതെ. കുംഭസാരം കേട്ടുകൊണ്ടിരുന്നു, അനുവാദമില്ലാതെ. ആ ഫാക്കൽറ്റി ഇല്ലാതെ. ആ കുംഭസാരം കള്ളക്കുംഭസാരമാണ്. ആ കല്യാണം സാധുവല്ല. ആ കുർബാനകളൊന്നും തന്നെ സാധുവല്ല. അത് കർത്താവായിട്ടില്ല. എന്നിട്ടും കുറെ ആളുകൾ ചുറ്റും കൂടി നിന്നു. വേറെ ചില വൈദികരെ സസ്പെൻഡ് ചെയ്തിരുന്നു, കൂദാശ വിലക്കും അവർക്ക് ഏർപ്പെടുത്തിയിരുന്നു. അവരിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവരെ ശിക്ഷിക്കാതെ അവർക്ക് വേണ്ടി കാനോൻ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തുന്ന അരാജകത്വത്തിന്റെ മനുഷ്യൻ എറണാകുളത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലേ? ഉണ്ടോ? ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിനുള്ള സംഭവങ്ങളുടെ ക്രമം സംഭവിച്ചു കഴിഞ്ഞോ? വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ അവസാനം വരെ, ഈ ടോക്കൻ അവസാനം വരെ കേൾക്കൂ. അപ്പോൾ അരാജകത്വത്തിന്റെ സന്തതി എറണാകുളത്തുണ്ട്. അരാജകത്വം പറഞ്ഞാൽ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവൻ, ഒരു നിയമം പാലിക്കാത്തവൻ. ഇത് ഒരാൾ തന്നെയല്ല, അരാജകത്തിന്റെ ഒരു മനുഷ്യനും കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യരുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നാശത്തിന്റെ സന്തതിയായ അരാജകത്തിന്റെ മനുഷ്യൻ എറണാകുളത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചില കയ്യെഴുത്തുപ്രതികളില് അരാജകത്വത്തിന്റെ മനുഷ്യൻ എന്നല്ല, പാപത്തിന്റെ മനുഷ്യൻ എന്നാണ്. ആന്ത്രപ്പോസ് ഠേസ് ഹമർത്തിയാസ് എന്നാണ്. ഹമർത്തിയ എന്ന് വെച്ചാൽ പാപമാണ്. ആന്ത്രപ്പോസ് മനുഷ്യൻ, പാപത്തിന്റെ മനുഷ്യൻ, അധർമ്മത്തിന്റെ മനുഷ്യൻ. അതുകൊണ്ട് സത്യവേദ പുസ്തകത്തില് അധർമ്മമൂർത്തി എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അധർമ്മമൂർത്തി, അധർമ്മം, പാപം മൂർത്ത രൂപത്തിൽ ഒരാളില് വന്നിരിക്കുകയാണ്. പാപം തന്നെ മൂർത്ത രൂപത്തിൽ, കാണപ്പെടാവുന്ന രൂപത്തില്, തൊടാവുന്ന രൂപത്തിൽ ഒരു പാപ മനുഷ്യൻ വന്നിരിക്കുകയാണ്. അത്യസാധാരണവും അവിശ്വസനീയമായ വിധത്തില് തിന്മയുടെയും ദുഷ്ടതയുടെയും ആൾരൂപമായിട്ട് ഒരാള്. അയാൾ കാട്ടിക്കുന്ന ക്രൂരതകൾക്ക് ഒരു അതിരില്ല. അയാൾ സ്വയം ദൈവികമായിട്ട് സ്വയം ദൈവമാണ്, ദൈവീകരിക്കും. താൻ ദൈവമാണെന്ന് സ്വയം കരുതി തന്നെ ദേവപദവിലേക്ക് ഉയർത്തും. കണ്ണഞ്ചിക്കുന്ന ശക്തിപ്രകടനം നടത്തി ദുഷ്ടന്മാരെ അയാൾ വിസ്മയിപ്പിക്കും.
യോഹന്നാൻ സ്ലീഹ ഉദ്ദേശിച്ച അന്തിക്രിസ്തുവും ഇതിനൊക്കെ ഈ ലക്ഷണങ്ങളുണ്ട്. അപ്പൊ അന്തിക്രിസ്തു എന്ന് വിളിക്കാവുന്ന അത്യസാധാരണ വിധത്തില് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തില് തിന്മയുടെയും ദുഷ്ടതയുടെയും അരാജകത്വത്തിന്റെയും ആൾരൂപമായിട്ടുള്ള ഒരു മനുഷ്യൻ സ്വയം ദൈവീകരിച്ച് സ്വയം ദൈവമാണെന്ന് കരുതി തന്നെ ദേവപദവിയിലേക്ക് ഉയർത്തി കണ്ണഞ്ചിക്കുന്ന ശക്തിപ്രകടനം നടത്തി ദുഷ്ടന്മാരെ അയാൾ വിസ്മയിപ്പിക്കും. നമ്മൾ കാണല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കും, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവുള്ള ഒരുക്കമായോ? വെയിറ്റ് ചെയ്യൂ, ഈ ടോക്കൻ അവസാനം വരെ കേൾക്കൂ. എന്തൊക്കെയാണ് അടുത്തത്? എന്തൊക്കെയാണ് അരാജകത്തിന്റെ മനുഷ്യൻ ചെയ്യുന്നത്? പൗലോസ് പറയാ, അവൻ ദേവാലയത്തിൽ ഇരുന്ന് കൊണ്ട് സ്വയം ദൈവമെന്ന് അവകാശപ്പെട്ട് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് സ്വയം ദൈവമെന്ന് അവകാശപ്പെട്ട് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന ദൈവത്തിന്റെ എതിരാളി അത്രേ. ദേവാലയത്തിൽ ഇത് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ക്രിസ്തുവർഷം 50 51 എഴുതപ്പെട്ടിരിക്കുന്നത്. അതായത് അവിടെ സഭ സ്ഥാപിച്ചിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പൗലോസും സിൽവാനസും തിമോഥെയോസും കൂടെയാണ് ലേഖനം എഴുതുന്നത്. ഒന്നാമത്തെ ലേഖനം എഴുതി 3 മാസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത്തെ ലേഖനം എഴുതി. കാരണം അപ്പോഴേക്കും ഈ പ്രശ്നം അവിടെ ഉണ്ടായി. ക്രിസ്തു ഉടനെ വരുന്നു പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പൗലോസിന്റെ പേരിൽ ഒരു വ്യാജരേഖ ഉണ്ടാക്കി. അപ്പോൾ ആദ്യത്തെ ലേഖനം എഴുതി 3 മാസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത്തെ ലേഖനം എഴുതി പൗലോസ്. കോരിന്തോസിലാണ് ഈ തെസ്സലോനിക്കയിലേക്ക് എഴുതി വിടുന്നത്. രണ്ടും ഗ്രീസിലുള്ള പട്ടണങ്ങളാണ്. അപ്പോൾ ഈ ദേവാലയത്തിൽ എന്ന് പറയുന്ന പൗലോസ് പറയുന്നത് എന്തർത്ഥത്തിലാണ്? അന്ന് ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെയും ഈ ലേഖനം എഴുതപ്പെട്ട് പിന്നെയും 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ ജെറുസലേം ദേവാലയത്തിൽ എന്നായിരിക്കാം പൗലോസ് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, 70 ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ ഇരണേബോസ് യെറൂസലേമിൽ വിശുദ്ധ സിറിയിലൊക്കെ പറയുന്നത്, ഇപ്പോൾ അത് നശിപ്പിക്കപ്പെട്ടു പോയെങ്കിലും, ഈ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു പോയെങ്കിലും അന്ത്യകാലങ്ങളിൽ ദേവാലയം പുനർനിർമ്മിക്കപ്പെടും. അങ്ങനെ പുനർനിർമ്മിക്കപ്പെടുന്ന ദേവാലയത്തിൽ ഈ അരാജകത്വത്തിന്റെ മനുഷ്യൻ, തിന്മയുടെ ആൾരൂപമായ മനുഷ്യൻ ഇരുന്ന് താനാണ് ദൈവമെന്ന് സ്വയം അവകാശപ്പെടും. താൻ ദൈവമാണെന്നും പൂജാവിഷയമാണെന്നും സകലത്തിന് മീതെ ഉള്ള ദേവസ്ഥാനത്ത് ഇരിക്കേണ്ട ആളാണെന്നും പറയും. അപ്പോൾ പുതുതായി നിർമ്മിക്കപ്പെടുന്ന, അന്ത്യകാലത്ത് നിർമ്മിക്കപ്പെടുന്ന ജെറൂസലേം ദേവാലയത്തിൽ ഈ പറഞ്ഞ അരാജകത്തിന്റെ മനുഷ്യൻ ഇരിക്കുമെന്നാണ് വിശുദ്ധ ഇരണേവസും യെറൂസലേമിൽ വിശുദ്ധ സിറിലൊക്കെ അഭിപ്രായപ്പെടുന്നത്. വേറെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, പൗലോസിന്റെ വീക്ഷണത്തിൽ എന്താണ് ദേവാലയം? വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, വിശുദ്ധ എഫ്രൈം ഒക്കെ പറയുന്നത്, പൗരസ്ത്യ പിതാവായ എഫ്രൈം ഒക്കെ പറയുന്നത്, ദൈവജനം എന്ന സഭയാണ് പൗലോസിന്റെ ദൈവശാസ്ത്രത്തിൽ ദേവാലയം. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നൊക്കെ പൗലോസ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ദൈവജനത്തിന്റെ ഇടയിലിരുന്നാണ് ഈ നാശത്തിന്റെ സന്തതിയായ അരാജകത്വത്തിന്റെ മനുഷ്യൻ താൻ ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് ദൈവീകരിച്ച് ഒരു ഉയർന്ന പീഠത്തിൽ ഇരുന്ന് നിങ്ങളെല്ലാവരും എന്നെ ആരാധിക്കണം, പൂജിക്കണം എന്നൊക്കെ പറഞ്ഞ് കൽപ്പനയിടുന്നത്. ആലങ്കാരികമായിട്ട് വേറെ അർത്ഥം വരാം. ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുന്ന ഏത് അധർമ്മമൂർത്തിയും വരാം. ദേവാലയത്തിൽ തന്നെ ആകണമെന്നില്ല. ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുന്ന ആരുമാകാം. ചരിത്രത്തിൽ അങ്ങനെയുള്ള പല നീചന്മാരുണ്ടായിട്ടുണ്ട്. താൻ സ്വർഗത്തിൽ ഇരിക്കുന്ന അത്യുന്നത ദൈവമാണെന്ന് ബാബിലോൺ ചക്രവർത്തി അവകാശപ്പെട്ടിരുന്നുവെന്ന് യെശയ്യാ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ 14:13-14. ദേവന്മാരുടെ പീഠത്തിലിരിക്കുന്ന അത്യുന്നത ദേവനാണ് താനെന്ന് ടൈറന്റെ രാജാവ് അവകാശപ്പെട്ടതായി എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് 28:2. എല്ലാ ദേവന്മാരുടെയും ദേവനാണ് ഞാൻ എന്ന് അന്തിയോക്കസ് എപ്പിഫാനസ് 4 അവകാശപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജെറൂസലേം ദേവാലയത്തിലെ വിജാതീയ ദേവന് ബലിപീഠം പണിയുകയും അവിടെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം എന്ന് പറയുന്നത്. ദാനിയേൽ 11:36, 1 മക്കബായർ 1:20-24. അപ്പോൾ ഈ ചരിത്രത്തിലെ ചില നീചന്മാരുണ്ട്. താനാണ് ദൈവം, തനിക്ക് മീതെ ദൈവം ഇല്ല, അതുകൊണ്ട് ദൈവഭയമൊന്നും വേണ്ട, ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല, കുർബാനിൽ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഈ നിയമം, ഈ കാനനിലോ ഒക്കെ അത് ഏട്ടിലെ പശു. അവർക്ക് എതിരായി നിയമം വരുമ്പോൾ, അവർക്ക് അനുകൂലമാകുമ്പോൾ ആ നിയമം ഉപയോഗിച്ചിട്ട് ആൾക്കാർ പീഡിപ്പിക്കുകയും ചെയ്യും. കാരണം എന്താണ്? എല്ലാത്തിനെയും മധ്യപൻ ഞാനാണ്, ദൈവമെന്ന് സ്വയം കരുതുകയാണ്. ഇങ്ങനെ സ്വയം ദൈവമെന്ന് കരുതുന്ന അധർമ്മമൂർത്തി തന്നെ ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഇത് നമ്മൾ എറണാകുളത്ത് കാണുന്നുണ്ട്. ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ കത്തീഡ്രൽ ബസിലിക്കയിൽ അതാണ് നടന്നുകൊണ്ടിരുന്നത്. അതിപ്പോഴും പൊട്ടിക്കിടക്കുകയാണ്. ഒരു മിനിറ്റ് മനസ്സ് വെച്ചാൽ അവിടെ
ആ പള്ളി തുറക്കാനും കുർബാന അർപ്പിക്കാനും പറ്റില്ലേ? ഒരു മിനിറ്റ് കോടതിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ കുർബാന അർപ്പിക്കേണ്ട ഒരു പെറ്റീഷൻ കൊടുക്കലും വേണ്ടി എത്ര നേരം വേണം ആ കേസ് പിൻവലിക്കാൻ? ഈ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലത്തെയും ഒരു മിനിറ്റ് വിചാരിച്ചാൽ കത്തീഡ്രൽ ബസിലിക്ക തുറക്കാനും കുർബാന അർപ്പിക്കാനും പറ്റും. അത് പൂട്ടിക്കിടക്കാണ്. ഒരു സങ്കടം അവർക്ക് തോന്നുന്നില്ല. ഒരു സഭയുടെ ആസ്ഥാന ദേവാലയത്തില് വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് കുർബാന അർപ്പിക്കാനായിട്ട് ഇവര് വെറും ഒരു മനസ്സ് കൊണ്ട് തീരുമെന്നൊരു പ്രശ്നം അവിടെ നടക്കുന്നില്ല. അതിന് പകരം പൂട്ടിയിട്ടിട്ട് അവിടെ ഒരാളെ വെച്ചു. അയാള് കൂദാശകൾ അർപ്പിക്കാൻ ഇല്ലേ അവകാശമില്ലാത്ത ആൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. ഞാനാണ് ദൈവം, എന്റെ കൂദാശ വിലക്കാനും നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് അയാള് കൂദാശകൾ വിലക്കിയിട്ടും ഇല്ലേ പൗരോഹിത്യം ഇല്ലാതിരുന്നിട്ടും പിന്നെയും കൂദാശകൾ അർപ്പിച്ചുകൊണ്ടിരുന്നു, കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു. പാവാണത്. കല്യാണം ആശീർവദിച്ചുകൊണ്ടിരുന്നു, അതും പാവാണ്. അതറിയാതെ ആൾക്കാർ പോയി കല്യാണം ആശീർവദിച്ചു എന്ന് വിചാരിച്ചു പോയി. അവർക്ക് അതിനേക്കാളും ബോധക്കുറവ്. പിന്നെ കുമ്പസാരിക്കാൻ പോയി. പാപത്തിലായിരിക്കുന്ന ഒരാള്, ഒരു അൽമായൻ ലോ കിട്ടിയിരിക്കുന്ന പോലെ ഒരാള് അയാളുടെ കുമ്പസാരിക്കാൻ പോയി. എന്ത് കുമ്പസാരാണത്? കുമ്പസാരിപ്പിക്കാൻ ഫാക്കൽറ്റി ഇല്ലാത്ത ആളുടെ അടുത്ത് പോയി കുമ്പസാരിച്ചാൽ ആ കുമ്പസാരിച്ചവരൊക്കെ വേറെ പോയി കുമ്പസാരിക്കട്ടോ, വേറെ എവിടെയെങ്കിലും. നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ കല്യാണം ആശീർവദിക്കപ്പെട്ടിട്ടില്ല, രജിസ്റ്റർ ഓഫീസിൽ പോകുന്ന ഫലം പോലും ഇല്ല. അപ്പോൾ ഈ കൂദാശ വിലക്കിയപ്പോൾ അത് എനിക്ക് പശ്ചാത്താപത്തിനുള്ള മാർഗമാണെന്ന് തോന്നാൻ എന്തുകൊണ്ട് മണവാളിന് തോന്നിയില്ല? ഞാനാണ് ദൈവം എന്ന് തോന്നലാണ്. എനിക്കിവിടെ സംഘടിത ശക്തിയുണ്ട്, എനിക്കൊരു പണമുണ്ട്, എന്നെ സംരക്ഷിക്കാൻ ചില പെണ്ണുങ്ങളുണ്ട്, പിന്നെ കുറച്ച് ആണുങ്ങളുണ്ട്. ആ അഹങ്കാരത്തിൽ സ്വയം ദൈവമെന്ന് വിചാരിച്ചു പോയി. സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികര് കൂദാശ വിലക്കുണ്ടായിട്ടും അവര് കൂദാശ വിലക്കുണ്ടായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? സ്വയം ദൈവമായിട്ട് അവർ പ്രതിഷ്ഠിച്ചു. ഇവരെല്ലാം സ്വയം ദൈവമെന്ന് കരുതിയവരാണ്. അവർക്ക് ചുറ്റും ആരാധക വൃന്ദത്തെ പോറ്റി വളർത്തി, അവർക്ക് പണം എറിഞ്ഞു കൊടുത്ത് ഈ മുന്നത്തെ ഗുണ്ടകളെ വളർത്തി, അങ്ങനെ അരാജക മൂർത്തിയുടെ ആൾരൂപങ്ങളായി മാറുകയാണ് ഇവർ ചെയ്തത്. ഇപ്പോ നോക്കൂ, ഈ അരാജക മൂർത്തിയുടെ ആളുകളാണ് സഭയുടെ സ്ഥാപനത്തില് അൽമായ സിനഡ് എന്ന പേരിൽ സമ്മേളിച്ചിരിക്കുന്നത്. അരാജക മൂർത്തിയുടെ ആളുകളാണ്. ഈ പഴയ നിയമത്തില് സമ്മേളനം എന്നുള്ള വാക്ക്, സഭയുടെ സമ്മേളനം എന്നുള്ള വാക്ക് കഹാൽ എന്നാണ്. കഹാൽ രാഷ്ട്രീയ സമ്മേളനത്തിനും അത് പറയുമായിരുന്നു, പൗരന്മാരുടെ സമ്മേളനത്തിനും അത് പറയുമായിരുന്നു, തീരുമാനമെടുക്കാനുള്ള ഏത് സമ്മേളനത്തെ അങ്ങനെ വിളിക്കുമായിരുന്നു. പക്ഷേ ബൈബിളിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് ആരാധനയ്ക്കായി സമ്മേളിക്കുന്ന ദൈവജനത്തിന്റെ കൂട്ടായ്മ, ആരാധനയ്ക്ക്. അതായത് ദൈവം വിളിച്ചു കൂട്ടുന്ന ദൈവജനത്തിന്റെ സമ്മേളനം. അതുകൊണ്ടാണ് കഹാൽ യാഹ്വേ എന്നാണ് പറയണേ. കഹാൽ യാഹ്വേ, ദൈവത്തിന്റെ യാഹ്വേ കർത്താവിന്റെ സമ്മേളനം. അപ്പൊ ഇസ്രായേലിന്റെ സമ്മേളനത്തെ കർത്താവിന്റെ സമ്മേളനം എന്നാണ് വിളിച്ചിരുന്നത്. അതാണ് സഭ എന്നുള്ളതിനുള്ള പഴയ നിയമത്തിലെ വാക്ക്. പുതിയ നിയമത്തിൽ എക്ലേസിയ എന്നാണ്. ഇപ്പൊ നിങ്ങൾ ഗ്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ പൗരന്മാരുടെ സമ്മേളനത്തെ എക്ലേസിയ എന്ന് വിളിക്കുക. പക്ഷേ സെപ്തുജിന്തില് ഇസ്രായേൽ ജനത്തിന്റെ, ദൈവജനമായ ഇസ്രായേലിന്റെ സമ്മേളനത്തെ ഉപയോഗിക്കുന്ന വാക്കാണ് എക്ലേസിയ. പുതിയ നിയമത്തിൽ സഭയുടെ സമ്മേളനത്തെ വിളിക്കുന്നതാണ്. അത് രണ്ട് തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, സാർവത്രിക സഭ എന്ന അർത്ഥത്തിലും പ്രാദേശിക സഭ എന്ന അർത്ഥത്തിലും. അപ്പോൾ മിശിക വിളിച്ചുകൂട്ടിയ ദൈവജനത്തിന്റെ സമ്മേളനം, മിശിക വിളിച്ചുകൂട്ടിയ ദൈവജനത്തിന്റെ സമ്മേളനം, അത് തീരുമാനമെടുക്കാനാകാം, ആരാധിക്കാനാകാം. അതാണ് ഈ സാർവത്രിക സഭ എന്ന് പറയുന്നതും പ്രാദേശിക സഭ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഈ പ്രാദേശിക സഭ, അതായത് മിശികാൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ പ്രാദേശിക സഭ, അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മെത്രാനാണ്. സാർവത്രിക സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ്. ഈ മെത്രാൻ എന്ന് പറയുന്നത്, മെട്രോ എന്ന വാക്കിലാണ് മെത്രാൻ വരുന്നത്. ഒരു മെട്രോ സിറ്റിയുടെ മേൽനോട്ടമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഈ മെത്രാൻ മാർപ്പാപ്പയുമായി സംയോജനത്തിലിരുന്നാലേ ആ മെത്രാൻ പ്രാദേശിക സഭയുടെ അധ്യക്ഷനായിരിക്കും. മാർപ്പാപ്പ സത്യവിശ്വാസത്തോട് കൂറ് പുലർത്തിയാലേ സഭയുടെ അധ്യക്ഷനായിരിക്കും. മാർപ്പാപ്പ സത്യവിശ്വാസത്തോട്, കത്തോലിക്ക സഭ സത്യവിശ്വാസത്തോട് കൂറുള്ളവനാണെങ്കിലേ മാർപ്പാപ്പയാകൂ. അപ്പോൾ ഈ മാർപ്പാപ്പ എന്ന് പറഞ്ഞാലും മെത്രാൻ എന്ന് പറഞ്ഞാലും സാർവത്രിക സഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാലും പ്രാദേശിക സഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാലും അവിടെയെല്ലാം ചില ഉത്തരവാദിത്തങ്ങളും ഇങ്ങനെ ചില കൂട്ടിക്കെട്ടുകളുമുണ്ട്. ആ കൂട്ടിൽ നിന്ന് പുറത്തു പോയാൽ അവർക്ക് അധികാരമില്ല. പിന്നെ അവർക്ക് അധികാരമില്ല. അപ്പോൾ ഈ മെത്രാൻ മാർപ്പാപ്പയുമായിട്ട് സംയോജനത്തിലായിരിക്കണം. മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ വിശ്വാസവുമായി സംയോജനത്തിലായിരിക്കണം. അങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഒരു അതിന്റെ ആ വാലിഡിറ്റി, സമ്മേളനത്തിന്റെ വാലിഡിറ്റി വരുന്നത്. ഇപ്പൊ നമ്മൾ പറയാണ് അൽമായ സിനഡ്, അൽമായ സമ്മേളനം, സിനഡ്. മെത്രാന്റെ സാന്നിധ്യം ഉണ്ടോ അതിനകത്ത്?
ഈ പ്രാദേശിക സഭയുടെ സാന്നിധ്യം അല്ലേ, പ്രാദേശിക സഭയുടെ സമ്മേളനമാകണമെങ്കിൽ അവര് മെത്രാന്റെ സാന്നിധ്യം ഉറപ്പാക്കണം, മെത്രാന്റെ അനുവാദം വേണം. മെത്രാന്റെ സാന്നിധ്യവും മെത്രാന്റെ അനുവാദവും ഇല്ലാതെ ഒരു പ്രാദേശിക സഭയുടെ സിനഡ് നടക്കില്ല, സമ്മേളനം നടക്കില്ല, എക്ലേസിയ നടക്കില്ല. അപ്പൊ എന്താണ് ഈ അൽമായ സിനഡ്? മെത്രാന്റെ സാന്നിധ്യം ഇല്ലെന്ന് മാത്രമല്ല, മെത്രാന്മാർക്ക് എതിരെയാണത് കൂടിയിരിക്കുന്നത്. മെത്രാന്മാരും വൈദികരും ഇല്ലാതെ തന്നെ സഭയെ പ്രതിനിധാനം ചെയ്യാം എന്ന് കരുതുന്ന അൽമായ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രകടനമാണിത്. അൽമായ സ്വേച്ഛാധിപത്യം, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ ലൈറ്റി, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ ലൈറ്റി. സഭാവിരുദ്ധ പ്രവർത്തനമാണിത്, വിഭാഗീയ പ്രവർത്തനമാണിത്. പാറക്കാട്ടിൽ പിതാവ് വിഭജനത്തിന്റെ വിത്ത് പാകി. ഇപ്പോൾ ആ വിഭാഗീയത 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം നൽകുകയാണ്. ഈ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അതിരൂപതര സ്ഥാപനങ്ങൾ വേദിയാക്കരുതെന്ന കൽപ്പനയുണ്ട്. ആ കൽപ്പന കാറ്റിൽ പറത്തിയാണ് ഈ പുതിയ കൂരിയ ഇത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ആ പുതിയ കൂരിയാക്കി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് തട്ടിൽ പിതാവും വികാരി മെത്രാപ്പൊലീത്തയുമാണോ? ഈ സഭാവിരുദ്ധമായ അൽമായ സിനഡിനെ എതിരിടാനോ അത് തെറ്റാണെന്ന് പ്രഖ്യാപിക്കാനോ സഭയുടെ അനുവാദം ഇല്ലാതെയാണെന്ന് പ്രഖ്യാപിക്കാനോ ഉള്ള ധാർമ്മിക ശക്തി മെത്രാന്മാർക്ക് ചോർന്നു പോയത് എന്തുകൊണ്ട്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വൈദിക മേൽക്കോയ്മയെ യാതൊരു വകതിരിവുമില്ലാതെ അവിടുത്തെ മെത്രാന്മാർ വകവെച്ച് കൊടുത്തത് കൊണ്ടല്ലേ, എഴുതി കൊടുത്തത് കൊണ്ടല്ലേ? അതിനെയല്ലേ ഈ സമവായ മാർഗരേഖ എന്ന് നിങ്ങൾ പറയണേ? തോന്നിവാസ മാർഗരേഖയാണത്. അങ്ങനെ നിങ്ങൾ എഴുതി കൊടുത്തപ്പോൾ നിങ്ങളുടെ ധാർമ്മിക ശക്തിയാണ് ചോർന്നു പോയത്. നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. സാംസണ് പറ്റിയ പോലെയാണ്. മുടി മുറിച്ചപ്പോൾ അവന് ശക്തി ചോർന്നു പോയി. ദൈവമായുള്ള ബന്ധത്തിന്റെ അടയാളമായിരുന്നു ആ മുടി, അത് മുറിച്ചു, അതോടെ ശക്തി ചോർന്നു പോയി. മെത്രാമാരെ, നിങ്ങൾ ശക്തി ചോർന്നു പോയിരിക്കുന്നു. കാരണം മാർപ്പാപ്പയ്ക്ക് എതിരായ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. സമവായ മാർഗരേഖ എന്ന് പറഞ്ഞിട്ടും സമാധാനത്തിന്റെ മാർഗരേഖ എന്നും പറഞ്ഞിട്ട് കള്ളത്തരത്തിൽ ഒരു ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ധാർമ്മിക ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ അൽമായ സിനഡിനെ വിലക്കാനുള്ള ആ ശക്തി, ആത്മീയ ശക്തി നിങ്ങൾക്കില്ലാത്തത്. ധാർമ്മിക ശക്തി ചോർന്നു പോയത് കൊണ്ട് ആത്മീയ ശക്തിയും ചോർന്നു പോയിരിക്കുന്നു. നിങ്ങൾക്ക് തിന്മയെ എതിരിടാനുള്ള കഴിവില്ലാതായിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് സിനഡാലിറ്റിയുടെ മുഖ്യ ഘടകമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. സഭയുടെ സിനഡൽ സ്വഭാവം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ റോള് വീണ്ടെടുക്കുക എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. പരിശുദ്ധ റൂഹയുടെ പ്രചോദനങ്ങൾക്ക് കാതോർക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. എന്നാൽ സമർത്ഥമായ സമൂഹ മാധ്യമ ഇടപെടലുകൾ നടത്തി മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, മാർപ്പാപ്പയെ കബളിപ്പിച്ചു, മാർപ്പാപ്പയ്ക്ക് സത്യം അറിയില്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നെല്ലാം പറഞ്ഞു പരത്തി അസത്യത്തെ സത്യമായും സത്യത്തെ നുണയായും പ്രചരിപ്പിക്കുന്നു. അവർ പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനത്തിലാണോ ഈ അൽമായ സിനഡ് വിളിച്ചിരിക്കുന്നത്? അല്ല, സാത്താന്റെ ഇംഗിതമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നിരീശ്വരന്മാരെയും സഭാവിരുദ്ധരെയും സിനഡിൽ പ്രസംഗിക്കാൻ വിളിക്കുന്നത്. അതുതന്നെ തെളിവ്. നിരീശ്വരന്മാരെ അൽമായ സിനഡിൽ വിളിച്ച് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സഭാവിരുദ്ധരെ സിനഡിൽ അൽമായ സിനഡിൽ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നു പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? പിശാചിന്റെ പ്രചോദനത്തിലാണ് ഈ അൽമായ സിനഡ് നടക്കുന്നതെന്ന് വ്യക്തമാകാൻ. അവരുടെ ഫോട്ടോസ് അതിച്ച രജിസ്ട്രേഷൻ കാർഡൊക്കെ മെത്രാന്മാരുടെ കയ്യിലില്ലേ? ആരൊക്കെയെന്ന് അറിയാൻ ഇനി തെളിവുകൾ വേണോ? സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, വിഭാഗീയത നടത്തുന്ന അത് ആരാണെന്ന് തെളിവുകൾ സഹിതം മെത്രാന്മാരുടെ കയ്യിലില്ലേ? ഫോട്ടോ സഹിതം അഡ്രസ് അടക്കം. നടപടിയെടുക്കാൻ നിങ്ങൾ മടിക്കണേ. നിങ്ങൾ മടിക്കുന്നതിന് കാരണം മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുമ്പോഴേ സിനഡാലിറ്റി അതിന്റെ ലക്ഷ്യം കൈവരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ അത് സിനഡാലിറ്റി അല്ല, ശീഷ്മയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ വീഡിയോ സന്ദേശത്തിൽ. മെത്രാന്മാരെ, നിങ്ങൾ മാർപ്പാപ്പയോട് ചേർന്നാണോ നിൽക്കുന്നത്? ആണോ? മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ശീഷ്മയിലാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ശീഷ്മയിലായിരിക്കുന്നത് കൊണ്ടല്ലേ ഈ അൽമായ സിനഡിനെ എതിരിടാനോ അതിനെ വിലക്കാനോ അത് നമ്മുടേതല്ലെന്ന് പറയാനോ നമ്മുടെ സ്ഥാപനത്തിൽ പറ്റില്ലെന്ന് പറയാനോ നിങ്ങൾക്ക് കഴിയാതെ പോയത്? മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കുന്ന, മാർപ്പാപ്പയെ ധിക്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ് സഭയുടെ സ്ഥാപനത്തിൽ സമ്മേളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നാണമുണ്ടോ മെത്രാന്മാരെ ഇതൊന്ന് അനുവദിച്ചു കൊടുക്കുന്നതിൽ? ലോകം മുഴുവൻ നിങ്ങളെ ഓർത്ത് വിലപിക്കുകയല്ല, നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ മെത്രാന്മാരെയാണല്ലോ കിട്ടിയതെന്ന് ഓർത്ത് ലജ്ജിക്കുകയാണ്.
എന്തുകൊണ്ടാണ് ഈ അൽമായസിഡന്റ് വിലക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് വികാരി മെത്രാപ്പൊലീത്ത കഴിയാത്തത്? ഞാൻ വിചാരിക്കുന്നു അവരും മാർപ്പാപ്പി അനുസരിക്കാതെ ശീഷ്മയിലായിരിക്കുന്നവരാണ് എന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ആവർത്തിക്കുക. എന്നെ ചില സീനിയർ വൈദികർ വിളിച്ചിരുന്നു. സീനിയർ വൈദികര് അവര് പറഞ്ഞത് സീറോ മലബാർ സഭ ശീഷ്മയിൽ പോയിട്ടില്ല, പക്ഷേ മെത്രാന്മാര് മിക്കവരും ശീഷ്മയിലാണ് എന്നാണ്. ഇത് സീനിയർ വൈദികർ പറഞ്ഞതാണ്. നിങ്ങൾ മെത്രാന്മാർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് തെളിവ് നൽകാൻ ആരൊക്കെ പറഞ്ഞെന്ന്. ഇത് തന്നെയാണ് പൊതുജനത്തിന്റെയും ദൈവജനത്തിന്റെയും അഭിപ്രായം. ദൈവജനം വിചാരിക്കുന്നത് മാർപ്പാപ്പി അനുസരിക്കാതെ മെത്രാന്മാര് ശീഷ്മയിലാണ്, അതുകൊണ്ട് അവർക്ക് ബലമില്ലാത്ത, ആത്മീയമായിട്ടോ ധാർമ്മികമായിട്ടോ ബലമില്ല, നട്ടല്ലില്ല, വാഴയാണ്, ചങ്കുറപ്പില്ലെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ധാർമ്മിക ശക്തി ചോർന്നു പോയത് കൊണ്ട് ആത്മീയ ശക്തി ഇല്ലാതായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ധാർമ്മിക ശക്തി ചോർന്നു പോയിരിക്കുന്നത്? കൂതാശ വിലക്കുള്ളവനെ സംരക്ഷിക്കുക, പണം കട്ടെടുക്കുന്നവനെ സംരക്ഷിക്കുക, കുർബാനയെ ആക്രമിച്ചവനെ സംരക്ഷിക്കുക, ആഭിചാര കുർബാന ചൊല്ലിയവരെ സംരക്ഷിക്കുക. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് ശക്തി കിട്ടും? പരിശുദ്ധാത്മന്റെ ശക്തി നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂട്ടാളികളാണ് നിങ്ങൾ. അപ്പൊ ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്കുണ്ടാകുമോ? നമ്മളെല്ലാവരും പാപികളായിരിക്കുന്നത് ഇല്ലേ? അതല്ല അവസ്ഥ. നമ്മളെല്ലാം, ഞാനടക്കം പാപിയാണ്. എല്ലാ കുർബാനയും നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഗൗരവമായി പാപം ചെയ്ത് നമ്മൾ കുമ്പസാരിക്കും. ഇതങ്ങനെയല്ലല്ലോ. അധികാരത്തിലിരുന്ന് സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തി വിശ്വാസത്യാഗത്തിലായിരിക്കുന്നവരെ സംരക്ഷിക്കുന്ന പറഞ്ഞാൽ അത് വെറും പാപമല്ല, കുറ്റകൃത്യമാണ്, അഴിമതിയാണ്, ദുഷിപ്പാണ്. അത് വെറും പാപമല്ലല്ലോ. ഏകീകൃത കുർബാന ഒരു കുഴപ്പവുമില്ലാതെ നടന്നിരുന്ന ഉദയംപേരൂർ പള്ളിയില് വികാരി മെത്രാപ്പോലിത്തയുടെ പുതിയ കൂരിയ നിർദാക്ഷിണ്യം പൂട്ടിച്ചു. അത് വിശ്വാസത്യാഗമല്ലേ? അതിരൂപതയുടെ ദേവാലയം ഞാൻ പറഞ്ഞു ഇല്ലേ, ഭദ്രാസന ദേവാലയം ഇപ്പോഴും പൂട്ടിക്കിടക്കുക. അത് തുറക്കാൻ നിങ്ങൾക്കൊരു തോന്നണില്ലേ? കർത്താവിനുള്ള പാഷൻ നിങ്ങൾക്ക് തോന്നണില്ലേ? അവിടെയുണ്ടായിരുന്ന മുമ്പത്തെ സ്ഥലം മാറ്റം കിട്ടിയിട്ടും പോകാതിരുന്ന ഒരാള് പിശാചിന്റെ ആളായി, അരാജകമൂർത്തിയുടെ ആളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, പണം കട്ടെടുത്തുകൊണ്ടിരുന്നു. അയാളെ സംരക്ഷിക്കാൻ നിയമം വിട്ട് കളിക്കുകയാണ്. അരാജകത്വത്തിന്റെ മൂർത്തി, അധർമ്മമൂർത്തി. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു അടയാളം കാണിച്ചു. വടക്കേ ഇന്ത്യയിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് അടയാളം കാണിച്ചത്. അതായത് അരാജകമൂർത്തിയുടെ തനി സ്വഭാവം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതിനുവേണ്ടിയാണ് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിച്ചത്. ദൈവിക വീക്ഷണത്തിൽ ഞാൻ പറയണേ, രാഷ്ട്രീയ വീക്ഷണമല്ല ഞാൻ പറയുന്നത്, സാമൂഹിക വീക്ഷണമല്ല, ദൈവികമായ വീക്ഷണത്തിൽ അത് സീറോ മലബാർ സഭയ്ക്കുള്ള ഒരു അടയാളമായിരുന്നു. കർത്താവ് കാണിച്ച അടയാളം അരാജകമൂർത്തിയുടെ, അധർമ്മമൂർത്തിയുടെ തനി സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരാൻ. പാർട്ടിക്കാർ ചുറ്റും നിന്ന് ആക്രമിച്ചപ്പോൾ ആരും തന്നെ സഹായിക്കാൻ എത്തിയില്ല. കാരണം എന്താ? അരാജകമൂർത്തിയെ സംരക്ഷിച്ചാൽ അങ്ങനെ സംരക്ഷിക്കുന്നവരൊക്കെ അധർമ്മമൂർത്തിയായിട്ട് മാറുമെന്ന് മനസ്സിലാക്കി തുടങ്ങി ജനമല്ല, നേതാക്കന്മാര്. അപ്പോൾ അരാജകമൂർത്തിയുടെ തനി സ്വഭാവം വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഇട്ടു തന്ന ഒരു അടയാളമാണ് ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്. വാസ്തവത്തില് തീർത്തും ബാലിശമായി പെരുമാറുന്ന മെത്രാന്മാര്, നിരുത്തരവാദിത്തോടെ പെരുമാറുന്ന മെത്രാന്മാര്, അവരെ ബഹുമാനിക്കുമ്പോൾ ഭക്തസ്ത്രീകൾ പോലും മടിക്കുന്നു. ഈ സ്ഥിതിവിശേഷം ആരാണ് സൃഷ്ടിച്ചത്? ദൈവജനമാണോ? അല്ല. വൈദികരാണോ? അല്ല. പിന്നെ മെത്രാന്മാര് തന്നെ. ഇപ്പോ ചില മെത്രാന്മാരെല്ലാം കണ്ണീരൊഴുക്കുന്നതായിട്ട് ഞാൻ കേട്ടു. അൽമാരുടെ മുമ്പിലും കണ്ണീരൊഴുക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ആ കണ്ണീര് സത്യസന്ധമാണെങ്കിൽ, ആർജവത്വമുള്ളതാണെങ്കിൽ അത് ഈ മെത്രാൻ സിനഡിലെ തീരുമാനങ്ങളിൽ പ്രതിഫലിക്കട്ടെ, വെളിപ്പെടട്ടെ. അപ്പോൾ ഈ അരാജകമൂർത്തിയും ഈ പറഞ്ഞ ദേവാലയത്തിൽ നിന്നുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോഴും അൽമായസരെല്ലാം കാണുമ്പോൾ ക്രിസ്തുവിന്റെ 2ാമത്തെ വരവുള്ള ഒരുക്കം പൂർത്തിയായി എന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? ഞാൻ മറുപടി പറയുന്നത്, ഞാൻ കുറച്ചു നേരമായി നിങ്ങൾ കാത്തിരിക്കുന്നു പറഞ്ഞത്, ഞാൻ അതിന് ഉത്തരം പറയാണ്. ഇപ്പോൾ പൗലോസിന്റെ വാക്കുകൾ വെച്ചിട്ട് 2 തെസ്സലോനിക്ക ലേഖനം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, അരാജകത്വത്തിന്റെ രഹസ്യം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി, അപ്പോൾ അരാജകമൂർത്തി വെളിപ്പെടും. ഞാൻ ഒന്നുകൂടി വായിക്കുക. അരാജകത്വത്തിന്റെ രഹസ്യം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ, അരാജകമൂർത്തി തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി, അപ്പോൾ ഈ അരാജകമൂർത്തി വെളിപ്പെടും. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. അരാജകത്വത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തിന്മ പ്രവർത്തിക്കുന്നതിന്റെയും വ്യാപരിക്കുന്നതിന്റെയും നിഗൂഢത. നമുക്ക് അല്ലേ, അതൊരു നിഗൂഢമായ കാര്യമാണ് ഈ തിന്മ ഇങ്ങനെ വ്യാപരിക്കുന്നത്. അപ്പൊ ഈ അരാജകത്വത്തിന്റെ രഹസ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക, തിന്മ ഇങ്ങനെ
പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തന്നെ ഈ നിഗൂഢതയുടെ അനുഭവം വെളിപ്പെടുത്തുന്നു. അതായത് ഈ നിഗൂഢതയുടെ ഒരു രുചിയാണ് നമ്മൾ ഈ സത്യവിശ്വാസികൾക്കെതിരെയുള്ള ആക്രമണം, അതുപോലെ തന്നെ സഭാവിശ്വാസികൾക്കെതിരെയുള്ള ആക്രമണം, കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം, ഇല്ലേ, യാതൊരു ദ്രോഹവും ചെയ്യാത്ത കന്യാസ്ത്രീകളെ ആക്രമിക്കുക. അപ്പൊ ഈ തിന്മ എങ്ങനെയാണ് പ്രചരിക്കുന്നതിന്റെ നിഗൂഢത അതിന് തെല്ലേ, ഒരു കാരണമില്ലാതെ ആക്രമിക്കുക. അപ്പൊ തിന്മ പടിപടിയായി വർദ്ധമാനമായി കൊണ്ടിരിക്കുന്നു. അന്ത്യദിനങ്ങളിൽ അത് ബോംബ് പൊട്ടിത്തെറിച്ച് സർവനാശം വിതയ്ക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷേ തടഞ്ഞു നിർത്തുന്നവൻ, ഈ അരാജകമൂർത്തിയെ തടഞ്ഞു നിർത്തുന്നവനുണ്ട്. തടഞ്ഞു നിർത്തുന്നവൻ, അങ്ങനെയാണ് പൗലോസ് പറഞ്ഞത്. ആ വാക്ക് നോക്കിയാൽ, അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി, അപ്പോൾ അരാജകമൂർത്തി വെളിപ്പെട്ട് വരും. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ ആരാണ്? ഈ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വാസ്തവത്തില് അരാജകത്തിന് മനുഷ്യൻ ഭൂമിയിൽ വരാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുന്നവൻ, തടഞ്ഞു നിർത്തുന്ന നിഗൂഢ ശക്തി ആരാണ്, അല്ലെങ്കിൽ ഏതാണ്? ചരിത്രത്തില് അത് ഈ അരാജകമൂർത്തി പ്രത്യക്ഷപ്പെടാതെ തടഞ്ഞു നിർത്തിയത് റോമാ സാമ്രാജ്യത്തിന്റെ നിയമസംഹിതയാണ്. അതിന്റെ പുറകിലെ ശക്തി ആരാണ്? റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി. അന്ന് തെസലോനിക്കയില് അന്നത്തെ ചരിത്രപരമായ ചുറ്റുപാടില് റോമാ സാമ്രാജ്യത്തിന് നല്ല നിയമസംഹിത ഉണ്ടായിരുന്നു. അത് നടപ്പാക്കാൻ ചങ്കുറപ്പുള്ള ചക്രവർത്തി ഉണ്ടായിരുന്നു. അതുമൂലമാണ് അരാജകമൂർത്തി അന്ന് പ്രത്യക്ഷപ്പെടാതെ പോയത്. അത് അന്നത്തെ ചരിത്രം. ദൈവവചനം ചരിത്രത്തിനെയും കവിഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഇന്ന് തടഞ്ഞു നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ അരാജകമൂർത്തിയെ തടഞ്ഞു നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മ പുറകിൽ ശക്തി ആരാണ്? ദൈവപിതാവാണ്. അപ്പോൾ ഈ അരാജകമൂർത്തി വരാതെ തടഞ്ഞു നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി ദൈവപിതാവാണ്. ഇതാണ് ഒരു വ്യാഖ്യാനം. ഇപ്പൊ ആധ്യാത്മിക തരത്തിൽ ദൈവശാസ്ത്ര വ്യാഖ്യാനം. അതുകൂടാതെ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനമാണ് അരാജകമൂർത്തിയെ തടഞ്ഞു നിർത്തുന്ന ശക്തി. അതിന് പുറകില് ക്രിസ്തുവാണ്. ഞാൻ ഒന്നുകൂടി പറയാ, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനമാണ് ഈ അരാജകമൂർത്തി ഭൂമിയിൽ വരുന്നതിനെ തടഞ്ഞു നിർത്തുന്ന ശക്തി. അതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണ്. സുവിശേഷ പ്രഘോഷകരുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണ്. ഇത് നിങ്ങൾ ഇത് മാണിപ്പമ്പിൾസിനെ മാത്രം വ്യാഖ്യാനമൊന്നുമല്ല. നിങ്ങൾ നല്ല കമന്റുകൾ വായിച്ചു നോക്കിയുള്ളൂ, അവരൊക്കെ കാണും. ഈ തെസലോനിക്കയിലെ സഭാംഗങ്ങൾക്ക് നൽകപ്പെട്ട മതബോധനത്തില് പൗലോസ് ഇതേക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഈ ലേഖനത്തില് അതൊന്ന് ജസ്റ്റ് പരാമർശിച്ചിട്ടേ ഉള്ളൂ, വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് നമുക്കത് വിശദാംശങ്ങൾ കിട്ടാതെ പോയാൽ നമുക്ക് സങ്കടമുണ്ട്. അന്ന് തെസലോനിക്കക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ അവരും എഴുതി വെച്ചിട്ടില്ല, വാക്കാല് പറഞ്ഞതാണ്. പഠിപ്പിച്ചിരുന്നു, അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവര് എഴുതി വെച്ചിട്ടുണ്ടാകില്ല. എനിവേ, അതായത് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം, അതാണ് ഈ അരാജകമൂർത്തി, തിന്മയുടെ ആൾരൂപമായ അരാജകമൂർത്തി, അധർമ്മമൂർത്തിയെ ഈ ഭൂമിയിലേക്ക് വരാതെ, എറണാകുളത്തേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പിടികിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ നിത്യാരാധന കേന്ദ്രത്തിന് മുമ്പിൽ ഒരു മാസത്തോളം കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നില്ലേ? അത് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം മൂലം, അല്ലെ, അവരുടെ പ്രാർത്ഥന മൂലം ഈ അരാജകമൂർത്തി എറണാകുളത്ത് വരാതിരിക്കാനുള്ള ഒരു തടയിടലായിരുന്നു. സഭാവിശ്വസ പലപ്പോഴും അരമനയിലും മൗണ്ട് തോമസിലൊക്കെ പോയി പ്രതിരോധം ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയില്ലേ? അത് ഈ അരാജകമൂർത്തി എറണാകുളത്ത് പ്രത്യക്ഷപ്പെടാതിരിക്കാനുള്ള ഒരു തടയായിരുന്നു. ഒരു പദയാത്ര ഓർക്കുന്നില്ലേ? 10-13 കിലോമീറ്റർ പദയാത്ര കുരിശും പിടിച്ചുകൊണ്ട്. അത് ഈ അരാജകമൂർത്തി ഇല്ലേ ഇങ്ങനെ ബലപ്പെടാതിരിക്കാനുള്ള സഭയുടെ ഒരു പ്രതിരോധമായിരുന്നു, തടഞ്ഞു നിർത്തലായിരുന്നു. നമ്മൾ ലോകമാസകലമുള്ള സീറോ മലബാർക്കാരും അല്ലാത്തവരും ഉപവാസവും ജാഗരണവും തപസ്സും നോമ്പും ഒക്കെ എടുത്തിരുന്നു, ഇല്ലേ, ഒരു നേരം ഒക്കെ എടുത്തിരുന്നു. അത് ഫലപ്രദമാകുകയായിരുന്നു. അതാണ് ഈ അരാജകമൂർത്തി പ്രത്യക്ഷപ്പെട്ട് സർവനാശം വിതയ്ക്കാനായിട്ട് ഇടയാകാതെ തടഞ്ഞു നിർത്തിയത്. അതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന സുവിശേഷ പ്രഘോഷണം. അത് നിങ്ങളുടെ പള്ളികളിലുണ്ടാകാം, വിവിധ പള്ളികളിൽ, എറണാകുളത്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിലുണ്ടാകാം. പിന്നെ നിങ്ങൾ തന്നെ നടത്തുന്ന സുവിശേഷ പ്രഘോഷണമുണ്ട്. പലരോടും നിങ്ങൾ സുവിശേഷം പറയുന്നുണ്ട്. ഈ സുവിശേഷ പ്രഘോഷണമൊക്കെ, സുവിശേഷമാണ് രക്ഷയുടെ ശക്തി എന്ന് പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനം 1:16-17. അപ്പൊ സുവിശേഷ പ്രഘോഷണം ശക്തിയാണ്. അത് ഈ അരാജകമൂർത്തി വന്ന് സർവനാശം വിതയ്ക്കാൻ, ഈ ബോംബ് പൊട്ടുന്നത് പോലെയുള്ള ഒരു സർവനാശം വിതയ്ക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഈ സുവിശേഷ പ്രഘോഷണം, പ്രാർത്ഥന, ജാഗരണം, നമ്മൾ നടത്തിയ സമര ജാഥകള്, അതുപോലെ ഈ കുത്തിയിരിപ്പ് സമരം, അങ്ങനെയുള്ള പല സംഗതികളും ഈ അരാജകമൂർത്തി പ്രബലപ്പെടാതെ ഇരിക്കാനുള്ള നമ്മുടെ മാർഗങ്ങളായിരുന്നു. ഇത് പൗലോസിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തടഞ്ഞു നിർത്തുന്ന അതൊന്ന് മാറിയാൽ ഈ അരാജകമൂർത്തി വരും.
ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഞാൻ വിചാരിക്കണേ. അപ്പോൾ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് ഒരുക്കമായോ എന്ന് ചോദിച്ചപ്പോൾ തടഞ്ഞു നിർത്തുന്ന ഒരു ശക്തി ഉണ്ടെന്നാണ് പൗലോസ് പറയണേ. അത് മാറിയാൽ, ആ തടഞ്ഞു നിർത്തിയ ശക്തി മാറിയാൽ അപ്പോൾ ഈ അരാജകമൂർത്തി വന്ന് സർവനാശം വിതയ്ക്കുമെന്നാണ്. പക്ഷേ സർവനാശം വിതയ്ക്കുന്നവനെ പൗലോസ് പറയാണ്, കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കി തന്റെ ആഗമനത്തിന്റെ പ്രഭാപൂരത്താൽ ഉന്മൂലനം ചെയ്യും. 2 തെസ്സലോനിക്ക 2:8. 2 തെസ്സലോനിക്ക 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഈ അരാജകമൂർത്തിയെ, അധർമ്മമൂർത്തിയെ ഒടുക്കി തന്റെ ആഗമനത്തിന്റെ പ്രഭാപൂരത്താൽ ഉന്മൂലനം ചെയ്യും. വായിലെ ശ്വാസത്താൽ. എന്താണ് ഈ വായിലെ ശ്വാസം? വചനം, വാക്ക്, ഭാഷണം, ശക്തമായ പ്രഭാഷണം, വാക്ചാതുരി, സാക്ഷ്യം, തെളിവെന്നൊക്കെ അർത്ഥങ്ങളാകാം. പക്ഷെ പ്രേമം എന്ന വാക്കിന് ആത്മാവെന്ന അർത്ഥമുണ്ട്. അപ്പോൾ വായിലെ ആത്മാവിനാൽ എന്ന് വെച്ചാൽ പരിശുദ്ധ റൂഹായുടെ അഗ്നിപ്രഭാവത്താൽ ഈ അരാജകമൂർത്തിയെ, അധർമ്മമൂർത്തിയെ കർത്താവായ യേശു ഉന്മൂലനം ചെയ്യും. യെശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മിശിക തന്റെ വായ് എന്ന വടി കൊണ്ട് അടിക്കുമെന്ന്. തന്റെ വായ് എന്ന വടി കൊണ്ട് അടിക്കുമെന്നാണ് യെശയ്യ പറയുന്നത്. യെശയ്യ 11:14. അരാജകത്വത്തിന്റെ മനുഷ്യനെ നശിപ്പിക്കാൻ സ്വർഗീയ പോരാളിയായി ക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങി വരും. തിന്മയുടെ അവസാനത്തെ ശേഷിപ്പുകളെ പോലും അവൻ തന്റെ കാൽച്ചുവട്ടിലാക്കി അരച്ച് തേച്ച് കളയും. അരാജകമൂർത്തിയുടെ ആഗമനം സാത്താന്റെ പ്രവർത്തനത്താൽ സകല ശക്തിയോടും അടയാളങ്ങളോടും വ്യാജമായ അത്ഭുതങ്ങളോടും നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന സകല അനീതിയോടും കൂടി ആയിരിക്കും. ഇതാണ് ഇപ്പൊ എറണാകുളത്ത് നടക്കുന്നത്. വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ആളുകൾ. അതായത് ഈ അരാജകമൂർത്തിക്കെതിരെ നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് മടുത്ത് പിന്മാറിയിരിക്കുക. അടയാളവും വ്യാജമായ അത്ഭുതവും ഒക്കെ സകല ശക്തിയും ആരുടെ കൂടിയാ? അരാജകമൂർത്തിയുടെ കൂടിയാ, കർത്താവിന്റെ കൂടെയല്ല, കർത്താവിന്റെ സഭയുടെ കൂടെയല്ല. അങ്ങനെ വഞ്ചിക്കുന്ന സകല അനീതിയോടും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് സഭയുടെ കൂടെ നിൽക്കുന്നവർ പോലും കണ്ണഞ്ചിച്ച് ഈ മടുത്ത് പിൻവാങ്ങിയിരിക്കുകയാണ്. എന്തെന്നാൽ തങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവർ സത്യത്തിന്റെ സ്നേഹത്തെ കൈക്കൊണ്ടില്ല. അതുകൊണ്ടാണ് ഈ എതിർപ്പുകൾ വന്നപ്പോൾ മടുത്തുപോയി. ഇപ്പൊ ഈ സമവായ സർക്കിളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല, അരാജകമൂർത്തിയാണ് മിശിക തമ്പുരാനേക്കാൾ ശക്തി പ്രാപിച്ചിരിക്കുന്നത്, അതുകൊണ്ട് മിശിക തമ്പുരാനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന മട്ടില് കുറെ പേര് പിൻവാങ്ങി. പക്ഷേ കർത്താവ് അവരെ ഒടുക്കിക്കളയും. അവരെയല്ല, ഈ അരാജകമൂർത്തി ഒടുക്കിക്കളയും. അത് ഉറപ്പാണ്. ഈ മെത്രാൻ സിനഡിനെ വെറുമൊരു സിനഡായി കണക്കാക്കാതെ രക്ഷിക്കാൻ തക്കവണ്ണം സത്യത്തിന്റെ സ്നേഹത്തെ കൈക്കൊണ്ടാൽ, അതിന് പറ്റിയ ശക്തമായ തീരുമാനങ്ങൾ എടുത്താൽ, അത് നടപ്പാക്കാൻ ചങ്കുറപ്പ് കാണിച്ചുകൊണ്ട് കർത്താവിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ അരാജകമൂർത്തിയെയും അധർമ്മത്തിന്റെ മനുഷ്യരെയും ഈ മെത്രാൻ സിനഡിന് തടഞ്ഞു നിർത്താൻ കഴിയും. ഉറപ്പാണത്. കർത്താവ് ഈ മെത്രാൻ സിനഡിനെ ഉപയോഗപ്പെടുത്തട്ടെ എന്നും ഈ അൽമായ സിനഡ് എന്ന് പറയുന്ന അരാജകത്വത്തിന്റെ മൂർത്തിയുടെ ആളുകളെ ഉന്മൂലനം ചെയ്യാൻ, സഭയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ഈ മെത്രാൻ സിനഡിന് കഴിയട്ടെ എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഈ അരാജകമൂർത്തി തടഞ്ഞു നിർത്തുന്ന ആ സുവിശേഷ പ്രഘോഷണവും തപസ്സും പ്രാർത്ഥനയും തീരുമാനവും മെത്രാൻ സിനഡ് കൈക്കൊള്ളുമെന്നുള്ള പ്രത്യാശയാണ് ദൈവജനത്തിനുള്ളത്. മെത്രാന്മാരെ, ദീർഘമേറിയ ഒരു ടോക്കാണിത്. പക്ഷെ സമയമുണ്ടെങ്കിൽ ഒരു ധ്യാനം കേൾക്കുന്നത് പോലെ ഇത് കേൾക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.